നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാശനി മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അത് മാർച്ച് 28 വരെയാണ്. കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് മാർച്ച് 28 കടക്കുകയാണ്. ഒരു രാശിയിൽ ഏറെക്കാലം നിൽക്കുന്ന ഒരു ഗ്രഹം ശനിയാണ്. 2.5 വർഷക്കാലമാണ് ഏകദേശം ശനി ഒരു രാശിയിൽ നിൽക്കുക. ശനി സ്വക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് വിട പറയുമ്പോൾ അത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കൂറുകാർക്കും നേട്ടങ്ങളാണോ ഗുണമാണോ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശനി സ്വന്തം രാശിയിൽ നിന്ന് സ്വാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിയിലേക്കാണ് മാറുന്നത്. നല്ലത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാരുടെയും അവരുടെ ഗുണദോഷങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഓരോ രാശിക്കൂറുകാരും അറിഞ്ഞിരിക്കേണ്ട ശനിമാറ്റത്തിന്റെ ഫലങ്ങളും അവർ ഏതൊക്കെ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം വീഡിയോ നമുക്ക് പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ശനിയുടെ രാശിപ്പകർച്ച മാത്രം കൊണ്ട് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ജാതകം അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ വിലയിരുത്തുക അസാധ്യമാണ്. മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ചേർത്ത് വേണം അപ്രകാരം വിലയിരുത്താൻ. ഇത് ശനിയുടെ രാശിമാറ്റ ഫലം മാത്രമാണ് എന്നുള്ള അറിവോടുകൂടി ആയിരിക്കണം ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കേണ്ടത്. ഏതായാലും ശനിയുടെ ഈ മഹാരാശിമാറ്റം ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതലായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വിലയിരുത്തുക. ഇപ്പോൾ നമുക്ക് മീനക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് ചിന്തിക്കാം. ആദ്യം നമുക്ക് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രധാന ഫലങ്ങളെ പറഞ്ഞു പോകാം. അതിനുശേഷം മീനക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെയും പറയാം. പിന്നീട് എടുത്ത് ശ്രദ്ധിക്കേണ്ട വിശേഷ ചില കാര്യങ്ങളെയും പറഞ്ഞു പോകാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാർക്ക് ജന്മരാശിയിലാണ് ശനി വരുന്നത്. 7 ശനിക്കാലമാണ്. അതുകൊണ്ട് തന്നെ വിഷഭയം, അഗ്നിഭയം, ബന്ധുനാശം, അന്യദേശഗമനം, സ്വജന വിരഹം, ധനനാശം, ദൂരസഞ്ചാരം എന്നിവയൊക്കെയാണ്. 7 ശനിയാണ്. ജന്മരാശിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ കണ്ടകശനി കൂടിയാണ്. വീട് വിട്ടുള്ള താമസവും പരദേശ ഗമനവുമാണ് പ്രത്യേക ഫലങ്ങൾ. വീട് നിർമ്മിക്കുവാനും സന്താനങ്ങളുടെ വിവാഹത്തിനും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിവാഹത്തിനും ഒക്കെ അനുകൂല സമയമാണ്. കേസ് വഴക്കുകൾ ഉണ്ടാകാം. മാതൃവഴിയിലും പിതൃവഴിയിലും ദുരിതങ്ങൾ ഉണ്ടാകാം. അരിഷ്ടതകൾ ഉണ്ടാകാം. ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും രോഗപീഠതകൾ ഉണ്ടായേക്കാം. കൃഷി നഷ്ടമുണ്ടായേക്കാം. കൂടാതെ ധനധാന്യാദി നഷ്ടങ്ങളും ഉണ്ടായേക്കാം. ശരീരപീഡയും മനക്ലേശവും സഞ്ചാരവും ഫലമായി പറയണം. ഇനി നമുക്ക് മീനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി പറഞ്ഞു പോകാം. ജന്മശനിയാണ്. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ പരമാവധി ഒഴിഞ്ഞു മാറുക. അതുവഴി അപകീർത്തി ഉണ്ടാകുന്നതിൽ നിന്ന് രക്ഷ നേടാം. മുൻകോപം ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക. വിശാലമായിട്ടുള്ള ചിന്താഗതികൾ പുലർത്തുന്ന നിലപാടുകളൊക്കെ പ്രകീർത്തിക്കപ്പെടുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുക. ഉന്നത തലത്തിലുള്ള ഗുണങ്ങളൊക്കെ പ്രയോജനകരമാകുന്നതാണ്. ഒഴിവു സമയം പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ സമയങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. അപകീർത്തി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കുക. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം പുലർത്തുക. അതുവഴി പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. അതുവഴി വൈരാഗ്യ ബുദ്ധിയൊക്കെ ഇല്ലാതാകാൻ സഹായിക്കും. എടുത്തു പറയേണ്ട മീനക്കൂറുകാരുടെ കാര്യം, ജന്മശനിയിൽ ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകമായി വിശേഷ ബുദ്ധിയോടുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് മീനക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലമായി പറയാനുള്ളത്. 12 രാശിക്കൂറുകാരുടെയും മഹാശനിമാറ്റ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.